believed to be home to Israel's nuclear facility and the several dozen warheads that Israel is believed to have. Now, in any case, we know that there were several impact sites. One 3-story building has collapsed, and there was a fire that is still being put out. So the damage to several buildings, Rashad, has been described as extensive. ഡിമോണയിലും അറാദിലും ഇസ്രയേലും അമേരിക്കയും മാത്രമല്ല കഴിഞ്ഞ രാത്രിയിൽ കിടുങ്ങിയത്, ലോകം മുഴുവൻ കിടുങ്ങി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെ മുഴുവൻ കിടുക്കുന്ന രീതിയിൽ ഡിമോണ എന്ന ഇസ്രയേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സുരക്ഷിത ഇടമെന്ന് കരുതിയ, എല്ലാ സാങ്കേതിക വിദ്യയും എല്ലാ സംരക്ഷണവും എല്ലാ ഡൂമും ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അതിൻ്റെ പടിവാതിൽക്കൽ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടു ഇറാൻ. നിലനിൽപ്പിൻ്റെ അതിജീവനത്തിൻ്റെ തൊടുത്തുവിടൽ. സ്വന്തം രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും ഭരണകൂടത്തെയും ഒരു കാരണവുമില്ലാതെ തകർത്ത് തരിപ്പണമാക്കുകയും വർഷങ്ങളോളം ഉപരോധത്തിലൂടെ വീർപ്പുമുട്ടിക്കുകയും ചെയ്ത് മതിയാവാതെ വീണ്ടും തകർത്തടിക്കാൻ വന്ന അവരുടെ മുന്നിൽ നിലനിൽപ്പിനായി ഇനി മറ്റൊരു വിധിയില്ല, മറ്റൊരു തീരുമാനമില്ല. മരണമെങ്കിൽ മരണമെന്നുറപ്പിച്ചാഞ്ഞടിച്ചപ്പോൾ കിടുങ്ങിയത് ലോകം മുഴുവനാണ്. ഡിമോണയിലും അറാദിലും നിന്ന് കത്തി തീർന്നിട്ടില്ല, കത്തിക്കൊണ്ടേയിരിക്കുന്നു. നെതന്യാഹുവിൻ്റെ വായിൽ നിന്ന് ലോകം കേൾക്കുന്നു, ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഈവനിങ് ഇൻ ദ ഹിസ്റ്ററി, ചരിത്രത്തിലെ ഏറ്റവും പ്രയാസപ്പെടുന്ന രാത്രി, അതിൻ്റെ സായാഹ്നം. അതെ, മനുഷ്യർക്ക് പ്രയാസകരമാണിതെല്ലാം. പക്ഷേ ആ പ്രയാസം ലോകത്ത് മുഴുവൻ യാതൊരു കാര്യവുമില്ലാതെ അധികാരവും ആയുധവുമുണ്ടെന്ന പേരിൽ തകർത്തടിക്കുമ്പോൾ സ്വന്തം നെഞ്ചത്തേക്ക് പറന്നു വരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ചരിത്രം ചെയ്തത്. അയൺ ഡോം കണ്ണടച്ചു, ഒരു ഇൻ്റർസെപ്റ്ററും ഇടപെട്ടില്ല. എല്ലാം നിശബ്ദമായി നോക്കി നിൽക്കെ പറന്നിറങ്ങിയത് ഡിമോണയിലെ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലേക്കാണ്. അവിടെ ബങ്കർ ഒരുക്കിയിരുന്നില്ല, കാരണം അവിടേക്ക് ഇതൊരിക്കലും എത്തുമെന്നും പ്രതീക്ഷിച്ചില്ല. ഹ്രസ്വദൂര മിസൈലുകൾ മാത്രമാണ് അവർക്കുള്ളതെന്നും അവർ സാമ്പത്തികമായും അല്ലാതെയും പ്രതിസന്ധിയിലാണെന്നും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ടെന്നും ഒക്കെ കണ്ടറിഞ്ഞാണ് രണ്ടുപേരുടെയും ഇലക്ഷൻ നോക്കി, ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും ഇലക്ഷൻ നോക്കി അതിൻ്റെ പ്രചരണം കൂടി കണക്കിലെടുത്ത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അതിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരിയെ കൊട്ടാരത്തിൽ നിന്ന് കൊന്നു തള്ളി പുറത്തിട്ടത്. ഏതാണ്ട് നാളുകൾക്ക് മുമ്പ് മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊട്ടാരത്തിൽ നിന്ന് അവിഹിത ഇടപെടലുകളിലൂടെ കയ്യാമം വെച്ചു കൊണ്ടുപോയതിൻ്റെ അഹങ്കാരം കൂടി ആ ആക്രമത്തിലുണ്ടായിരുന്നു. ഒടുവിൽ നിറഞ്ഞു നിന്ന് തിരിച്ചടിച്ചു. നാദൻസിലെ ഇറാൻ്റെ ന്യൂക്ലിയർ പ്ലാന്റ് ആക്രമിച്ചതിന് പകരമായി അതേ നാണയത്തിൽ തൊടുന്നത് പോലെ തിരിച്ചടിക്കുമെന്ന് പറയുന്ന വർദ്ധിത വീര്യത്തോടെയാണ് നിൽക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ ഹോർമിസ് തുറന്നില്ലെങ്കിൽ പലതും കാണിക്കുമെന്ന് പത്രങ്ങളോട് പറയുന്ന ട്രംപ് രഹസ്യമായി ഇത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിവെച്ചു എന്ന് പറയുന്നതും അമേരിക്കയുടെ നുണകൾ പ്രചരിപ്പിക്കുന്ന അതേ മാധ്യമങ്ങൾ തന്നെയാണ്. ഇനി ഇസ്രയേലിലുമുണ്ട് പ്രശ്നങ്ങൾ. 30 പേർ മരിച്ചു, 20 പേർ മരിച്ചു എന്ന കണക്കുകൾക്കപ്പുറത്ത് 200 പേരിലധികം മരിച്ചിട്ടുണ്ട് എന്നാണ് വസ്തുതാപരമായി ചില ചാനലുകൾ പുറത്തുവിടുന്നത്. ആയിരക്കണക്കിന് ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. 10,000-കണക്കിന് ആളുകളെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ ഒരു സ്ഥലവും സുരക്ഷിതമല്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രയേൽ മാറുന്നു എന്നതാണ് സ്ഥിതി. അതുകൊണ്ടാണ് വളരെ വികാരവായ്പോടെ ട്രംപ് തുറന്നില്ലെങ്കിൽ ഇറാൻ്റെ എനർജി സോഴ്സുകൾ മുഴുവൻ അടിച്ച് തകർക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ മറുപടിയും ഇറാൻ പറഞ്ഞത്, അങ്ങനെ തങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ പിന്നെ അമേരിക്കയുടെയും ആ മേഖലയിലുള്ള ഒരു രാജ്യത്തും കാണില്ല ഡീസാനിലേഷൻ പ്ലാന്റും വൈദ്യുതിയും ഒന്നും, എല്ലാം ഞങ്ങൾ തച്ച് തകർക്കുമെന്ന് പറഞ്ഞു. ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ജനതയുടെ തിരിച്ചടിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റേതായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇത്രമേൽ ഇവരൊക്കെ സഹിച്ചിട്ടും നിലവിളിച്ച് കയ്യാട്ടി വിളിച്ചിട്ടും ആരും വരുന്നില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും ഡിമോണയിലും ഈ പറയുന്ന അറാദിലും ഒരു ഇസ്രയേലിൻ്റെ എല്ലാ കാലത്തെയും ഒരുപക്ഷെ ഈ 1/4 നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേടി സ്വപ്നമായി വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം നീട്ടിക്കൊണ്ടുപോയാൽ അപ്രതീക്ഷിതമായി ഇനി പലതും സംഭവിക്കും. ആരൊക്കെയോ ഉണ്ട് ഇറാൻ്റെ പിന്നിലെന്നാണ് ഇസ്രയേലും അമേരിക്കയും ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഏതായാലും കടുത്ത തിരിച്ചടിയും കടുത്ത ദുരന്തവും കടുത്ത നഷ്ടവും കനത്ത നാശവുമാണ് ഇത് ഇസ്രയേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തർക്കമൊന്നുമില്ല.